Good morning, all. ന്യൂസ് എടുത്ത് നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? നമ്മുടെ ഇൻപേഷ്യന്റ് കഴിഞ്ഞു അല്ലെ? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞല്ലോ. മിസ് നെക്സ്റ്റ് ഏതാണ്? ഹോസ്പിറ്റൽ വാർഡാണ് അല്ലെ എടുക്കാന്ന് പറഞ്ഞത്. നമ്മ ക്ലാസ്സുകൾ കഴിയുമ്പോൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഒന്നുകൂടിയൊക്കെ ഒന്ന് റിവൈസ് ചെയ്തൊക്കെ നോക്കുക കേട്ടോ. പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കുക. ലാസ്റ്റ് എക്സാമിന്റെ സമയത്തേക്ക് മാറ്റി വെക്കണ്ട കേട്ടോ. ആ ഒരു സമയത്ത് പഠിക്കാന്നും പറഞ്ഞ് മാറ്റി വെക്കണ്ടേ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റൽ വാർഡ് എന്താണ്. വാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹോസ്പിറ്റലിലെ? കണ്ടിട്ടില്ലേ? വാർഡ് കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലില്? ഉണ്ട് അല്ലെ? ഉണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്. എന്താണ് വാർഡ് എന്ന് പറയുന്നത്? നമ്മൾ എന്തൊക്കെയാ അവിടെ കണ്ടിരിക്കുന്നത്? അവിടെ ഒരു പേഷ്യന്റിനാണ് അഡ്മിറ്റ് ആക്കുന്നത്. പേഷ്യന്റ് കിടക്കുന്ന ഒരു റൂം അല്ലെ? റൂമല്ലേ പേഷ്യന്റ് കിടക്കുന്ന ഒരു സ്ഥലം. ഓക്കെ, റൂം. അവിടെ ഒരു പേഷ്യന്റിനെ മാത്രമാണോ കിടക്കുന്നത്? അല്ല അല്ലെ, ഒരുപാട് പേഷ്യൻസിനെ അല്ലെ, ഫോർ മെനി പീപ്പിൾസ് അല്ലെ, ഒരുപാട് പേഷ്യൻസിനെ അറ്റ് എ ടൈം നമുക്ക് അവിടെ അഡ്മിറ്റ് ആക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ വാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റൂമാണ്. അവിടെ എന്താണ്? ഒരുപാട് ബെഡുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. മെനി പീപ്പിൾസിന് വേണ്ട ഒരുപാട് ബെഡ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓഫൺ hospital ward definition. A ward is a room in a hospital where beds are arranged for many people, often people who need similar treatment. എന്താണ് വാർഡ് എന്ന് പറയുന്നത്? ഹോസ്പിറ്റലിലെ ഒരു റൂമാണ്. ഇവിടെ ഒരുപാട് പേഷ്യൻസിനെ അറേഞ്ച് ചെയ്യാനുള്ള, ക്രമീകരിക്കാനുള്ള ബെഡ്സുകൾ ഉണ്ടായിരിക്കും. കൂടാതെ ഈ പേഷ്യന്റിന് എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും? സിമിലർ ട്രീറ്റ്മെന്റ് അല്ലെ, ഒരുപോലെയുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുന്ന ഒരുപാട് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന ഹോസ്പിറ്റലിലെ ഒരു റൂമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാർഡ് എന്ന് പറയുന്നത്. സിമിലർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള വാർഡുകൾ ഉണ്ട് അല്ലെ. കാർഡിയോളജി വാർഡ് ഉണ്ട്, ന്യൂറോ വാർഡ് ഉണ്ട്, ഓർത്തോ വാർഡ് ഉണ്ട് അല്ലെ, ജനറൽ വാർഡ് ഉണ്ട് കേട്ടോ, ഓങ്കോളജി വാർഡ് ഉണ്ട്. അപ്പൊ ഓങ്കോളജി വാർഡിൽ ആരെയാണ്? മെറ്റേണിറ്റി വാർഡ് ഉണ്ട് അല്ലെ. അപ്പൊ ഓങ്കോളജി വാർഡിൽ ആരെയാണ്? ക്യാൻസർ പേഷ്യൻസിനെയാണ് അല്ലെ. പീഡിയാട്രിക് വാർഡ് ഉണ്ട് അല്ലെ. ക്യാൻസർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സകള് വേണ്ടി വരുന്ന പേഷ്യൻസിനെയാണ് അല്ലെ നമ്മ ഓങ്കോളജി വാർഡില്. പീഡിയാട്രിക് വാർഡിൽ ആരെയായിരിക്കും? കുട്ടികളെ ആയിരിക്കും അല്ലെ. ഓർത്തോ വാർഡില് എല്ല് രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നതാണ് അല്ലെ. ജനറൽ വാർഡ് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള പനി, കഫക്കെട്ട്, അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടേക്ക് എന്താണ്? സിമിലർ ട്രീറ്റ്മെന്റിൽ കൊടുക്കുന്നത് ഓരോ വാർഡിലും ആണോ? ക്യാൻസർ ഓങ്കോളജി വാർഡ് ആണെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെന്റ്, ഓർത്തോ ആണെങ്കിൽ എല്ല് രോഗവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ, പീഡിയാട്രിക് ആണെങ്കിൽ എന്താണ്? കുട്ടികളുടെ പരിചരണങ്ങൾ അല്ലേ ആണോ? അപ്പൊ ആ ഒരു സിമിലർ ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുന്ന ഒരുപാട് പേഷ്യൻസിനെ അറേഞ്ച് ചെയ്യുന്നതിനുള്ള, അവർക്ക് ആവശ്യമായിട്ടുള്ള ബെഡ്സുകൾ അറേഞ്ച് ചെയ്യുന്നതിനുള്ള ഹോസ്പിറ്റലിലെ ഒരു റൂമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാർഡ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേ ക്യാൻ ബി ലോങ് ടേം ഓർ ഷോർട്ട് ടേം ഡിപ്പെൻഡിങ് അപ്പോൺ ദ സെവേറിറ്റി ഓഫ് ദി കണ്ടീഷൻ. ഈ ഒരു വാർഡില് നമ്മുടെ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന ആ ഒരു കാലയളവ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പേഷ്യൻസിന്റെ അസുഖത്തിന്റെ തീവ്രതയുടെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലേ. കണ്ടീഷന്റെ സെവേറിറ്റി, തീവ്രതയുടെ അടിസ്ഥാനത്തിലായിരിക്കും. നമ്മൾ ഇൻപേഷ്യന്റിൽ അങ്ങനെയാണല്ലേ പഠിച്ചത്.
ആ ഒരു റൂമില് അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റിന്റെ അസുഖത്തിന്റെ കാഠിന്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. അതേപോലെ ഈ ഒരു വാർഡിലെ പേഷ്യന്റ് ഒരുപാട് ദിവസം എടുക്കണോ അല്ലെങ്കിൽ ഷോർട്ട് ടേം ആണോ അല്ലെ, കുറച്ച് ദിവസമാണോ അവരെ അഡ്മിറ്റ് ആക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആ ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷന്റെ തീവ്രതയുടെ അടിസ്ഥാനത്തിലാണ്. ഓക്കെയാണോ? ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ആ ഒരു പാരഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ്, ദ പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ്. നമ്മുടെ ഹോസ്പിറ്റൽ വാർഡ് കൊണ്ടുള്ള ഉദ്ദേശം അല്ലെ, പർപ്പസ് എന്താണ്? ഫസ്റ്റ് വരുന്നത് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് അല്ലെ. എന്താണ് നമ്മൾ വാർഡിൽ അഡ്മിറ്റ് ആക്കി എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സയും നമ്മളെ കുറിച്ചുള്ള രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. ടെസ്റ്റുകൾ നടത്താൻ ആണോ? നെക്സ്റ്റ് എന്താണ്? അപ്പൊ അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ തന്ന് എല്ലാവർക്കും നൽകുന്നുണ്ട്. പ്രൊമോട്ടിങ് ഹെൽത്ത് അല്ലെ, നമ്മുടെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ വെൽബീയിങ്സ് വീണ്ടെടുത്ത് തരാണ് അല്ലെ, ആണോ? നമ്മുടെ ആരോഗ്യം അവർ വീണ്ടെടുത്ത് തരാണ് അല്ലെ, നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും പരിചരണവും എക്യുപ്മെന്റുകളുടെ സേവനമൊക്കെ തന്നിട്ട്. അപ്പൊ പ്രൊമോട്ടിങ് ഹെൽത്ത്. രണ്ടാമത് ടീച്ചിങ് അല്ലെ. എന്താണ്? നമ്മുടെ അസുഖങ്ങളെ കുറിച്ച് ആ ഒരു ഹോസ്പിറ്റലില് വാർഡിൽ അഡ്മിറ്റ് ആക്കുന്ന പേഷ്യൻസിന് അവരുടെ അസുഖങ്ങളെ കുറിച്ച് അവിടുത്തെ നേഴ്സും ഡോക്ടേഴ്സും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അവയർനെസ് കൊടുക്കുന്നുണ്ട് അല്ലെ. ഇന്ന കണ്ടീഷൻ ആണ്, നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ ഇങ്ങനെയാണ് അല്ലെ, ഇന്ന മെഡിസിനുകളൊക്കെ എടുക്കണം അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ടീച്ചിങ്. കൂടാതെ എന്താണ്? സ്റ്റാഫുകളുടെ ഇടയിൽ ടീച്ചിങ് നടക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്നുണ്ട് അല്ലെ, പുതിയ രോഗങ്ങൾ വരുമ്പോൾ അല്ലെ, പുതിയ പേഷ്യൻസിന് വരുമ്പോൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ടീച്ചിങ് ഉണ്ട്. പിന്നെ എന്താണ്? റിസർച്ചുകൾ അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലില് വാർഡില് പുതിയ പുതിയ അസുഖങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവർ എന്ത് ചെയ്യാറുണ്ട്? റിസർച്ചുകൾ നടത്താറുണ്ട് അല്ലെ, ആണോ? അപ്പൊ അങ്ങനെയുള്ള ഗവേഷണങ്ങള് നമ്മുടെ വാർഡിന്റെ ഉദ്ദേശമാണ് അല്ലെ, പർപ്പസ് ആണ്. നെക്സ്റ്റ്, റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യൻസ്. എന്താണ്? നമ്മുടെ രോഗികൾക്ക് പ്രൊഫഷണൽ നഴ്സിംഗും വൈദ്യ പരിചരണവും ലഭിക്കുന്നുണ്ടോ ഈ വാർഡിൽ നിന്ന് അല്ലെ. ഡോക്ടേഴ്സിന്റെ സേവനം ലഭിക്കുന്നുണ്ട്, നഴ്സുമാരുടെ സേവനം ലഭിക്കുന്നുണ്ട് അല്ലെ. 24 മണിക്കൂറും ഡോക്ടേഴ്സിന്റെയും നഴ്സുമാരുടെ സേവനം ലഭിക്കുന്നില്ലേ? അപ്പൊ എന്താണ്? റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യൻസ്. നമ്മുടെ പേഷ്യൻസിന്, രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള നഴ്സിംഗ് പരിചരണവും വൈദ്യ പരിചരണവും നൽകുക എന്നുള്ളത് നമ്മുടെ വാർഡിന്റെ ഉദ്ദേശമാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പ്രൊവൈഡ് നെസസറി എക്യുപ്മെന്റ്സ്, എസെൻഷ്യൽ ഡ്രഗ്സ് ആൻഡ് ഓൾ അതർ സ്റ്റോഴ്സ് റിക്വയർമെന്റ്സ് ഫോർ പേഷ്യന്റ് കെയർ ഇൻ എൻ ഓർഗനൈസ്ഡ് മാനർ അല്ലെ. നമ്മുടെ രോഗിക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകളുടെ സേവനം ലഭിക്കുന്നുണ്ടോ? നെസസറി എക്യുപ്മെന്റ്സുകൾ ലഭിക്കുന്നുണ്ട് അല്ലെ. അവർക്ക് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഡ്രഗ്സുകൾ ലഭിക്കുന്നുണ്ട്. മറ്റ് സ്റ്റോഴ്സുകളുടെ ആവശ്യകതകളും നമ്മുടെ പേഷ്യൻസിന് അവിടെ നിന്ന് അല്ലെ വാർഡിൽ ലഭിക്കുന്നുണ്ട്. ഇപ്പൊ പേഷ്യന്റിന് എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യണം, അല്ലെങ്കിൽ പേഷ്യൻസിന് എന്താണ് സ്കാനിങ് ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ലാബ് ടെസ്റ്റുകൾ നടത്തണം അല്ലെ, അതിന്റെ എല്ലാ സേവനം നമ്മുടെ പേഷ്യൻസിന് ലഭിക്കുന്നു. ഓക്കെ ആണോ? നൽകുന്നതിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഹോസ്പിറ്റൽ വാർഡിന്റെ ഉദ്ദേശമാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് വാർഡ് സ്പേസ് അല്ലെ. നമ്മുടെ വാർഡ് സ്പേസിലെ ഘടകങ്ങള്, കോൺസ്റ്റിറ്റ്യൂവൻസ് ഏതൊക്കെ ഘടകങ്ങളാണ്, ഏതൊക്കെ ഏരിയാസ് ആണ് നമുക്ക് കണ്ടെത്തുന്നത് വാർഡില്? പേഷ്യൻസിനുള്ള ഒരു ഏരിയ ഉണ്ടോ? പേഷ്യന്റ് സ്പേസ് ഉണ്ടോ? പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ബെഡുകള്, നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ട്.
പിന്നെ എന്താണ് നഴ്സുമാരുടെ സ്പേസ് ഉണ്ട് അല്ലെ, നഴ്സുമാർക്ക് ഇരിക്കുന്നതിന് വേണ്ടി അവർക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകള്, ഡ്രഗ്സുകള്, ഫയലുകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടോ, നഴ്സിംഗ് സ്പേസ് ഉണ്ട്. പിന്നെ എന്താണ് കോറിഡോർസ് ഉണ്ട് അല്ലെ, കോറിഡോർസ് അല്ലെ, ഇടനാഴി അല്ലെ, അങ്ങനെ എന്നിട്ടായിരിക്കും ആ ഒരു ഇടനാഴിയിലൊക്കെ ആയിരിക്കും സ്ട്രക്ചർ വീൽ ചെയേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ, ഇടനാഴിയുടെ ഒരു സൈഡിലൊക്കെ ആയിരിക്കും അല്ലെ, കണ്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള കോറിഡോർസും കൂടി ഉണ്ടായിരിക്കും. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് വാർഡ്. 2 തരത്തിലുള്ള വാർഡാണുള്ളത് അല്ലെ. എന്താണ്? ജനറൽ വാർഡ്സും സ്പെഷ്യലൈസ്ഡ് വാർഡ്സും. എന്താണ്? ജനറൽ വാർഡ്സ് പൊതുവായിട്ടുള്ള അല്ലെ വാർഡുകളും, സ്പെഷ്യലൈസ്ഡ് ഓരോ രോഗത്തിനനുസൃതമായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന വാർഡുകൾ അല്ലെ. എന്താണ് നമ്മൾ പറഞ്ഞ പോലെ ഓങ്കോളജി വാർഡ്, കാർഡിയോളജി വാർഡ്, ന്യൂറോളജി വാർഡ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് വാർഡ്സുകൾ, അതാണ് 2 തരത്തിലുള്ള വാർഡുകൾ. ഓക്കെ ആണോ? നെക്സ്റ്റ് സ്പെഷ്യലൈസ്ഡ് വാർഡ്സിന് എക്സാമ്പിൾ തന്നിരിക്കുന്നത് നോക്കിയേ, ഗൈനക്കോളജി, മെറ്റേണിറ്റി വാർഡ്. എന്താണ്? നമുക്ക് പ്രസവ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റുകളോ അല്ലെ, പ്രസവത്തിന് ശേഷം അഡ്മിറ്റ് ആക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഗൈനക്കോളജി ആൻഡ് മെറ്റേണിറ്റി വാർഡ്. നെക്സ്റ്റ് ഓങ്കോളജി വാർഡ്. എന്താണ്? ക്യാൻസർ വാർഡ്. ക്യാൻസർ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള മരുന്നുകള് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരേക്ക് അഡ്മിറ്റ് ആക്കാനുള്ള, സർജറി ചെയ്ത പേഷ്യൻസിനൊക്കെ അഡ്മിറ്റ് ആക്കാനുള്ള ഓങ്കോളജി വാർഡ്. നെക്സ്റ്റ് പറയുന്നത് നെഫ്രോളജി അല്ലെ. നെഫ്രോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? വൃക്ക സംബന്ധമായിട്ടുള്ള അല്ലെ അസുഖങ്ങളുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കാം, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ, അപ്പൊ അവർക്ക് ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പേഷ്യന്റിനേക്ക് അഡ്മിറ്റ് ആക്കാനുള്ള വാർഡാണ്. നെക്സ്റ്റ് കാർഡിയോളജി വാർഡ് അല്ലെ. എന്താണ്? നമ്മുടെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അല്ലെ, എന്താണ്? നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാം അല്ലെങ്കിൽ നമുക്ക് ബ്ലോക്ക് ഉണ്ടാവുക അല്ലെ. അപ്പൊ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കാനുള്ള കാർഡിയോളജി വാർഡ്. നെക്സ്റ്റ് CTVS വാർഡ്. CTVS എന്ന് പറഞ്ഞാല് കാർഡിയോ, എഴുതിയെടുത്തോട്ടോ, ക്വസ്റ്റ്യൻ വരുന്നതാണ്. കാർഡിയോ തൊറാസിസ് ആൻഡ് വാസ്കുലാർ സർജറി. കാർഡിയോ തൊറാസിക് ആൻഡ് വാസ്കുലാർ സർജറി. നമ്മുടെ സ്പെല്ലിംഗ് വേണം. കാർഡിയോ വേണം. ഓക്കെ. നമ്മുടെ ബൈപ്പാസ് സർജറി നടക്കുക അല്ലെങ്കിൽ ഹൃദയ വാൽവ് ശസ്ത്രക്രിയകൾ നടക്കുക. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നതിനുള്ള വാർഡാണ് CTVS വാർഡ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പേഷ്യൻസിനൊക്കെ എന്താണ്? പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. ബൈപ്പാസ് സർജറി, വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലെ. അപ്പൊ ഇവർക്ക് പ്രത്യേക പരിചരണമൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയും ഇൻഫെക്ഷൻസ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നതിൽ നിന്ന് ഇവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന വാർഡാണ് CTVS വാർഡ് എന്ന് പറയുന്നത്. ഓക്കെയാണ്? നെക്സ്റ്റ് പറയുന്നത് ന്യൂറോളജി, മെഡിസിൻ ആൻഡ് സർജറി അല്ലെ. നെർവ് സംബന്ധമായിട്ടുള്ള അല്ലെ, നമ്മുടെ നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ്, അവർക്ക് ആവശ്യമായുള്ള മെഡിസിനുകൾ, അവർക്ക് എന്തെങ്കിലും സർജറി ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന വാർഡാണ് ന്യൂറോളജി വാർഡ്. നെക്സ്റ്റ് ഒഫ്താൽമോളജി വാർഡ് അല്ലെ. ഒഫ്താൽമോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നേത്ര വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെ, തിമിര ശസ്ത്രക്രിയ നടക്കുക അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ട് അത്തരത്തിലുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നതാണ് ഒഫ്താൽമോളജി വാർഡ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നമ്മുടെ നെക്സ്റ്റ് മെയിൻ കമ്പോണ്ട് ഒന്നുകൂടെ പറയണം. ഓക്കെ, പറയാട്ടോ. ഫസ്റ്റ് സ്പെഷ്യലൈസ്ഡ് വാർഡ് നമുക്ക് ഇനിയും പറയാം അല്ലെ. വാർഡ്സിന് എക്സാമ്പിൾ ഇനിയും പറയാലോ. പറയാമോ? നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു അല്ലെ. പീഡിയാട്രിക് വാർഡ് പറഞ്ഞു, ഓർത്തോളജി അല്ലെ,
ഓർത്തോ വാർഡ് പറയാം അല്ലെ, ഓർത്തോ വാർഡ് പറയാം അല്ലെ. അപ്പൊ എന്താണ് ഗൈനക്കോളജി മെറ്റേണിറ്റി വാർഡ്, എന്താണ് നമുക്ക് പ്രസവ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, പ്രസവത്തിന് ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത്തരം പ്രഗ്നന്റ് ലേഡീസിനെ അഡ്മിറ്റ് ആക്കാനും ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അവരെ അഡ്മിറ്റ് ആക്കാനുള്ള വാർഡാണ് ഗൈനക്കോളജി മെറ്റേണിറ്റി വാർഡ്. നെക്സ്റ്റ് പറയുന്നത് ഓങ്കോളജി അല്ലെ, എന്താണ് ക്യാൻസർ സംബന്ധമായിട്ടുള്ള അല്ലെ, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളുള്ള ട്രീറ്റ്മെന്റ്, എന്താണ് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്, അവർക്ക് മെഡിസിൻ കൊടുക്കുക, ആ പേഷ്യൻസിന് ക്യാൻസറിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്തെങ്കിലും സർജറി നടന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നതാണ് ഓങ്കോളജി വാർഡ്. നെക്സ്റ്റ് നെഫ്രോളജി. നെഫ്രോളജി എന്ന് പറഞ്ഞാൽ എന്താ, വൃക്ക സംബന്ധമായിട്ടുള്ള അല്ലെ, വൃക്കയ്ക്ക് എന്തെങ്കിലും തകരാറുകളുണ്ട്, അപ്പൊ അവർക്ക് ഡയാലിസിസ് ചെയ്യണം, അത് കഴിഞ്ഞ് എന്തെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ നൽകണമെങ്കിൽ അത്തരത്തിലുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നതാണ് നെഫ്രോളജി വാർഡ്. നെക്സ്റ്റ് കാർഡിയോളജി വാർഡ് അല്ലെ. കാർഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ അല്ലെ, ഹാർട്ട് അറ്റാക്ക് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആൻജിയോപ്ലാസ്റ്റ് പോലെ, ഓക്കെ, ഐസൊലേഷൻ പോലെയുള്ള സോറി എന്താണ് ആൻജിയോപ്ലാസ്റ്റ് പോലെയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അല്ലെ, അതിനുശേഷം പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നതാണ് കാർഡിയോളജി വാർഡ്. നെക്സ്റ്റ് CTVS വാർഡ്. CTVS എന്ന് പറഞ്ഞാല് കാർഡിയോ തൊറാസിസ് ആൻഡ് വാസ്കുലാർ സർജറി. നമുക്ക് എന്താണ് ബൈപ്പാസ് സർജറി നടക്കുക, അല്ലെങ്കിൽ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അങ്ങനെയുള്ള ശസ്ത്രക്രിയകളൊക്കെ കഴിഞ്ഞതിന് ശേഷം, സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നതിനുള്ള വാർഡാണ് CTVS വാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ന്യൂറോളജി അല്ലെ, എന്താണ് നമ്മുടെ നെർവ് സംബന്ധമായിട്ടുള്ള നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തകരാറുകൾക്ക് എന്തെങ്കിലും സർജറി നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള തകരാറുകളുമായി ബന്ധപ്പെട്ട് ആ ഒരു പേഷ്യൻസിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുന്നുണ്ട്, അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നതാണ് ന്യൂറോളജി വാർഡ്. നെക്സ്റ്റ് ഒഫ്താൽമോളജി വാർഡ് അല്ലെ, എന്താണ് നമ്മുടെ നേത്ര വിഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കണ്ണിന് തിമിര ശസ്ത്രക്രിയ നടന്നിട്ടുണ്ട്, അതിന് വേറെ ഏതെങ്കിലും രീതിയിൽ സർജറി നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന ഏരിയയാണ് വാർഡാണ് ഒഫ്താൽമോളജി വാർഡ്. ഓക്കെ ആണോ പ്രീത? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ്. വാർഡിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ അല്ലെ, മെയിൻ കമ്പോണൻസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് പേഷ്യന്റ് ഏരിയാസ് സ്പേസ് ഉണ്ട്, നഴ്സസ് സ്പേസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ അതില് ഓരോന്നും നോക്കിയേ, ക്ലിനിക്കൽ ഏരിയാസ് അല്ലെ, ക്ലിനിക്കൽ ഏരിയ ഉണ്ട് അല്ലെ, പേഷ്യൻസിനുണ്ട്, എന്താണ് പേഷ്യൻസിന് കിടത്താനുള്ള ഏരിയാസ് ഉണ്ട്, നഴ്സിംഗ് ഏരിയാസ് ഉണ്ട്, നഴ്സിംഗ് കൗണ്ടർ ഉണ്ട് അല്ലെ, എന്താണ് നഴ്സുമാർക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകള്, മെഡിസിനുകള്, കോട്ടൺസ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടി നഴ്സിംഗ് ഏരിയ ഉണ്ട്. കൂടാതെ നമ്മൾ വാർഡിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നഴ്സുമാരിരിക്കുന്ന ഒരു കൗണ്ടർ കണ്ടിട്ടില്ലേ, എമർജൻസീസ് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെ, വിവരങ്ങളൊക്കെ കൈമാറുന്നത് ആ ഒരു നഴ്സിംഗ് കൗണ്ടറിലേക്കായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള നഴ്സിംഗ് കൗണ്ടറും ഉണ്ടായിരിക്കും. അതൊക്കെയാണ് ക്ലിനിക്കൽ ഏരിയ വരുന്നത്. ഓക്കെ ആണോ? ബിൽ സെറ്റിൽമെന്റ് ഒക്കെ അവിടെ വന്നായിരിക്കും പറയുന്നത് അല്ലെ. ഡിസ്ചാർജ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ബിൽ സെറ്റിൽമെന്റ്, അല്ലെങ്കിൽ താഴെ നിന്ന് നമ്മളെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ OP-യിൽ നിന്ന് ഫയലൊക്കെ കൈമാറുന്നത് ആ ഒരു നഴ്സിംഗ് കൗണ്ടറിലേക്കായിരിക്കും. അപ്പൊ ആ ഒരു നഴ്സിംഗ് കൗണ്ടർ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഓക്സിലിയറി ഏരിയാസ്, അതായത് ഹെൽപ്പിംഗ് ഏരിയാസ്. ഇതിലെന്തൊക്കെയാണ്, നഴ്സുമാരുടെ റൂം ഉണ്ടായിരിക്കും, ഡോക്ടേഴ്സ് റൂം ഉണ്ടായിരിക്കും, എക്സിട്ര അല്ലെ. നമ്മുടെ ആ ഒരു ഏരിയ വാർഡില് പേഷ്യൻസിനെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിന്റെ റൂം ഉണ്ടായിരിക്കും, നഴ്സുമാരുടെ റൂം ഉണ്ടായിരിക്കും അല്ലെ. നെക്സ്റ്റ് ആൻസിലറി ഏരിയാസ്. ആൻസിലറി ഏരിയ എന്ന് പറഞ്ഞാൽ അനുബന്ധ ഏരിയാസ്. നെക്സ്റ്റ് അതിൽ പറയുന്നത് പാൻട്രി, ഡേറോ, ട്രോളി ബാഗ് അല്ലെ. പാൻട്രി എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം, ഇപ്പൊ നമ്മുടെ വാർഡിൽ ഉള്ള പേഷ്യൻസിന് ഫുഡൊക്കെ അവിടെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പാത്രങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ കഴുകി സൂക്ഷിക്കുന്ന ഏരിയ. അതല്ലെങ്കിൽ എന്താണ്, നമുക്ക് നഴ്സുമാര് ട്രെയിലൊക്കെ ആയിരിക്കില്ലേ മരുന്നുകളൊക്കെ കൊണ്ടുതരുന്നത്, ശ്രദ്ധിച്ചിട്ടുണ്ടോ?
അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആവശ്യമായിട്ടുള്ള ട്രേയും അതൊക്കെ കഴുകി സൂക്ഷിക്കുന്നതിനുള്ള ഏരിയ ആണ് പാൻട്രി. നെക്സ്റ്റ് എന്താണ് ഡേ റൂം. ഡേ റൂം എന്ന് പറഞ്ഞാല് നമ്മുടെ പേഷ്യൻസ് എല്ലായ്പ്പോഴും ആ ഒരു ബെഡിൽ തന്നെ കിടക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് എന്താണ് കുറെ സമയമൊക്കെ കിടന്നു ബോറടിക്കും അല്ലെ. ഇതൊക്കെ എല്ലാ ഹോസ്പിറ്റലിൽ ഇല്ല കേട്ടോ. ഡേ റൂം ഒക്കെ എല്ലാ ഹോസ്പിറ്റലിൽ ഇല്ലേ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് TV കാണാന്, ന്യൂസ് പേപ്പേഴ്സ് വായിക്കാന്, മാഗസീനുകളൊക്കെ വായിക്കാനായിട്ട് ഒരു ഏരിയ ഉണ്ടായിരിക്കും. അതാണ് ഡേ റൂം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കൂടെ ഒക്കെ കിടക്കുന്നവരുമായിട്ടോ അല്ലെങ്കിൽ ബൈ സ്റ്റാൻഡേഴ്സുമായിട്ടൊക്കെ സംസാരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഏരിയ ആണ് ഡേ റൂം. ഓക്കെ ആണോ? ഇതൊക്കെ എല്ലാ ഹോസ്പിറ്റലിലും ഇല്ലാട്ടോ ഡേ റൂം ഒക്കെ. നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടോ ഡേ റൂം? വാർഡിന്റെ ഉള്ളില് കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, കണ്ടവരുണ്ട്. അപ്പൊ ചില ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ട്രോളി ബേ അല്ലെ. നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ആ ഒരു പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള വീൽ ചെയേഴ്സ്, സ്ട്രക്ചേഴ്സ് ഒക്കെ ഇരുന്നതിനുള്ള ട്രോളി ബേ. നമ്മ പേഷ്യൻസ് കിടക്കുന്ന ആ ഒരു സെക്ഷനിലൊക്കെ കൊണ്ടുവന്ന് വീൽ ചെയറും ട്രോളിയൊക്കെ ഇടാൻ പറ്റുമോ? നമുക്ക് ഇല്ല അല്ലെ. അതൊരു സെപ്പറേറ്റ് ഏരിയാസിലായിരിക്കണം ഇടേണ്ടത്. അപ്പൊ അതിനുള്ള ഏരിയ ആണ് ട്രോളി ബേ. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് സാനിറ്ററി ഏരിയാസ്, ടോയ്ലറ്റ്, ഡർട്ടി യൂട്ടിലിറ്റി. എന്താണ് നമുക്ക് ടോയ്ലറ്റിൽ കുളിക്കാൻ, ടോയ്ലറ്റ് യൂസ് ചെയ്യാനൊക്കെ ടോയ്ലറ്റ്സ്. കൂടാതെ എന്താണ് ഡർട്ടി യൂട്ടിലിറ്റിയിൽ എന്താണ് നമുക്ക് ഉപയോഗിച്ച് ഡർട്ടി ആയിട്ടുള്ള സാധനങ്ങൾ ഇടുന്നതിനുള്ള, ഡർട്ടി യൂട്ടിലിറ്റി ആ സാധനങ്ങൾ ഇടുന്നതിനുള്ള ഏരിയാസ് അല്ലെ. എന്താണ് ഭക്ഷണം കഴിച്ചിട്ട് അതിന്റെ അവശിഷ്ടങ്ങളുണ്ട് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് മരുന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആ മരുന്ന് കഴിച്ചിട്ട് അതിന്റെ സ്ട്രിപ്പുകളും കാര്യങ്ങളും ഉണ്ടാവും, ലോട്ടറി ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടുന്നതിനുള്ള ഡർട്ടി യൂട്ടിലിറ്റി ഏരിയ. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ. നമ്മുടെ വാർഡ് ഇൻപേഷ്യന്റ് പോലെ ഇല്ല കേട്ടോ. കുറച്ച് പോയിന്റ് ഔട്ട് ആയിട്ടാണ് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ്. ഒരു നല്ല വാർഡ് മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. നമ്മുടെ ഹോസ്പിറ്റൽ വാർഡിലേക്ക് പറയുന്ന പോളിസികളിൽ നയങ്ങളും പ്രോട്ടോകോളുകളും പാലിക്കുക, ഫോളോ ചെയ്യുക. അതായത് നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരുപാട് പോളിസികൾ വരുന്നുണ്ട് അല്ലെ. ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസി ഉണ്ട്, പേഷ്യന്റ് സേഫ്റ്റി പോളിസി ഉണ്ട്, വിസിറ്റേഴ്സ് പോളിസി ഉണ്ട്, മെഡിക്കേഷൻ മാനേജ്മെന്റ് പോളിസി ഉണ്ട് അല്ലെ. ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഹോസ്പിറ്റൽ നമ്മൾ പറയാറുണ്ട് അല്ലെ, ചില ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഇല്ലാത്ത അസുഖം അല്ലാണ്ട് വേറെ അസുഖങ്ങളും കൂടിയും വരും അല്ലെ. ഉള്ള അസുഖം അല്ലാണ്ട് വേറെ അസുഖങ്ങളും കൂടി വരും എന്ന് പറയാറുണ്ട് അല്ലെ. പറയാറുണ്ടോ? എന്തുകൊണ്ടാണ് അത്? അവിടുത്തെ ശരിയായ രീതിയിൽ വേസ്റ്റ് മാനേജ്മെന്റ് ഒന്നും ഇല്ലാതെയാണ്. അങ്ങനെയുള്ള നമുക്ക് ശരിയായ രീതിയിൽ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള ഇൻഫെക്ഷൻസ് പോളിസി ഉണ്ട്. പിന്നെ നമുക്ക് മരുന്നുകൾ എങ്ങനെയായിരിക്കണം തരേണ്ടത്? റൈറ്റ് മെഡിക്കേഷൻ, റൈറ്റ് പേഴ്സൺ അറ്റ് റൈറ്റ് ടൈം അല്ലേ. ശരിയായ മരുന്നുകൾ ശരിയായ സമയത്ത് ശരിയായ പേഷ്യൻസിൽ കൊടുക്കണം അല്ലേ. ആണോ? അപ്പൊ അങ്ങനെയുള്ള മെഡിക്കേഷൻ മാനേജ്മെന്റ് പോളിസി, വിസിറ്റേഴ്സ് പോളിസി അല്ലേ. നമുക്ക് എന്താണ് ഹോസ്പിറ്റലില് എല്ലാ സമയത്തും വിസിറ്റേഴ്സിനെ അലൗ ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ, അതിന് സമയമൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വിസിറ്റേഴ്സ് പോളിസി, അങ്ങനെയുള്ള പോളിസികളും പ്രോട്ടോകോളുകളും ഫോളോ ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദ വാർഡ്. എന്താണ് നമ്മുടെ വാർഡിൽ നിർവഹിക്കേണ്ട ജോലിയെ കുറിച്ച് അല്ലെ, അല്ലെങ്കിൽ ചുമതലകളെ കുറിച്ച് എന്തുണ്ടായിരിക്കണം? നമ്മുടെ സ്റ്റാഫുകൾക്ക് ഒരു അറിവുണ്ടായിരിക്കണം അല്ലെ. അവർ ആ വാർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്
വാർഡിലെ സ്റ്റാഫുകൾക്ക് അറിയണ്ടേ? വന്നിട്ട് എന്തെങ്കിലും കാണിച്ചു കിട്ടിയാൽ മതിയോ? അല്ലേ? അപ്പൊ എന്താണ് വാർഡിൽ നിർവഹിക്കേണ്ട ചുമതലകളെ കുറിച്ച്, ഡ്യൂട്ടീസിനെ കുറിച്ച് നമ്മുടെ സ്റ്റാഫുകൾക്ക് ഒരു അറിവ് വേണം. നെക്സ്റ്റ് പറയുന്നത് എ പ്ലാനിഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക്, അല്ലെ? ഓരോ ദിവസത്തെയും വർക്കിനെ കുറിച്ച് അവരെന്ത് ചെയ്യണം? മുൻകൂട്ടി പ്ലാൻ ചെയ്യണം, അല്ലെ? അവര് ഡ്യൂട്ടിക്ക് കയറിയതിന് ശേഷമാണോ പ്ലാൻ ചെയ്യേണ്ടത്? ആ ഒരു ദിവസം അവരെങ്ങനെയായിരിക്കണം ജോലി ചെയ്യേണ്ടതെന്ന്, വാർഡിലെ ജോലികൾ എന്താണെന്ന് പ്ലാൻ ചെയ്യുന്നത് അപ്പോഴാണോ? അല്ല, അല്ലേ? അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലേ? ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുമ്പോൾ നമുക്കറിയാം, ഒരു 6 മണിയാവുമ്പോഴേക്കും സിസ്റ്റർമാര് വന്ന് വാതിലുമ്പോ മുട്ടും, അല്ലേ? ആണോ? ഉറങ്ങാൻ സമ്മതിക്കില്ല, അല്ലെ? ചിലപ്പോ നമ്മൾ രാവിലെ ആയിരിക്കും കിടന്നുറങ്ങുന്നത്, എന്നാലും അവര് രാവിലെ 6 മണിയാകുമ്പോൾ വിളിക്കും, ഫുഡ് കഴിക്കും, ഭക്ഷണം എന്താണ് മരുന്നുകൾ കറക്റ്റ് സമയത്ത് കഴിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കാറുണ്ടോ? അത് കഴിഞ്ഞ് ഒരു 8 മണി 8:30 ആകുമ്പോഴേക്കും വന്നിട്ട് അല്ലേ മരുന്ന് കഴിച്ചോ, അല്ലേ? ആണോ? അപ്പൊ എന്താണ് ഓരോ ദിവസത്തെയും അവരുടെ വർക്കുകളെ കുറിച്ച് അവരെന്ത് ചെയ്യണം? മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ബിഗിനിങ് ദ ഡേ ഓൺ ടൈം, ആ ഒരു ദിവസത്തെ സമയം, അല്ലെ? ഡ്യൂട്ടി ആരംഭിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ആരംഭിക്കുക, അല്ലെ? ഇപ്പൊ 6 മണിക്കാണ് വാർഡിലെ ആ ഡ്യൂട്ടീസ് ആരംഭിക്കുന്നതെങ്കിൽ 6 മണിക്ക് തന്നെ ആരംഭിക്കുക, അല്ലെ? അത് 8 മണിയാകാൻ പാടുണ്ടോ? 6 എന്നുള്ളത് 8 മണിയാകാൻ പാടുണ്ടോ? ഇല്ല, അല്ലേ? അപ്പൊ ആ ഒരു കൃത്യസമയത്ത് തന്നെ വാർഡിലെ ഡ്യൂട്ടീസ് ആരംഭിക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പ്രിവെന്റിങ് ഇന്ററപ്ഷൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റൂട്ടീൻസ്. എന്താണ്? നമ്മുടെ വാർഡിലെ ദിനചര്യകൾ, ആ ഒരു വാർഡിലെ റുട്ടീൻ ഓപ്പറേഷൻസ് സ്ഥാപിക്കുന്നതിന് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തടയുക എന്നുള്ളത്. ചിലപ്പോ ഡ്യൂട്ടിക്ക് അല്ലെ നഴ്സുമാര് കേറാൻ വൈകി പോവാ, അല്ലെ? ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യാറുണ്ട്, അല്ലെ? മോർണിംഗിലൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് നഴ്സുമാര് വൈകുക, അല്ലെങ്കിൽ കറക്റ്റ് ആവശ്യമായിട്ടുള്ള മെഡിക്കേഷൻസ് എത്താതിരിക്കുക. അപ്പൊ അങ്ങനെ ആ ഒരു വാർഡിലെ റുട്ടീൻ ഓപ്പറേഷൻസിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങള് തടയുക. ഓക്കെ ആണോ? അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഓഫീസ് സമയം കഴിഞ്ഞിട്ട് എന്താണ് വിസിറ്റിംഗ് ഡോക്ടേഴ്സിന്റെ എന്താണ് ഒരു ടൈം ഉണ്ട്, അല്ലെ? റംസ് ടൈം ഉണ്ട്, അല്ലെ? ആ ഒരു റംസ് ടൈമിന് ഡോക്ടേഴ്സ് പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യാൻ വരാതിരിക്കുക. അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങൾ തടയുക. നെക്സ്റ്റ് പറയുന്നത് യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് പോളിസി. എന്താണ്? നമ്മുടെ വാർഡ് പോളിസികൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത്, സ്ഥാപിക്കുന്ന സമയത്ത് ഡെമോക്രാറ്റിക് മെത്തേഡുകൾ ഉപയോഗിക്കുക. ഡെമോക്രാറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനാധിപത്യ രീതി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെ? ആണോ? അപ്പൊ അങ്ങനെയുള്ള ഒരു ഡെമോക്രാറ്റിക് മെത്തേഡ് നമ്മുടെ പേഷ്യൻസിനും ഇമ്പോർട്ടൻസ് നൽകണ്ടേ? വാർഡിലെ പ്രവർത്തനങ്ങൾ പേഷ്യൻസിന് ഇമ്പോർട്ടൻസ് നൽകണ്ടേ? അവരുടെ നീഡ്സുകളും അവരുടെ റിക്വയർമെന്റ്സുകളും നോക്കണം, അല്ലെ? അപ്പൊ ആ ഒരു വാർഡ് പോളിസികൾ സ്ഥാപിക്കുന്ന സമയത്ത് ആ ഒരു ഡെമോക്രാറ്റിക് മെത്തേഡ് ഉപയോഗിക്കുക. നെക്സ്റ്റ് പറയുന്നത് ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്, അല്ലെ? പുതിയ സ്റ്റാഫുകൾ വരുന്ന സമയത്ത് പരിഷ്കരണങ്ങൾ വരുത്തണം, അല്ലെ? എന്താണ്? ചിലപ്പോ അവർക്ക് എന്താണ് പുതിയ കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെ? ഓറിയന്റേഷൻ ക്ലാസ്സുകൾ നടത്തേണ്ടി വരും. അതല്ലെങ്കിൽ വാർഡിലെ ടൈമിങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തേണ്ടി വരും, അല്ലെ? അവിടെയുള്ള സ്റ്റാഫുകളുമായിട്ട്. ആണോ? അപ്പൊ അങ്ങനെയുള്ള ഓറിയന്റേഷനുകൾ നടത്തുക. ഓക്കെ ആണോ? നെക്സ്റ്റ് മെയിൻ്റെനൻസ് ഓഫ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ്, അല്ലെ? നമ്മുടെ എന്താണ് വാർഡില് അനുയോജ്യമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെ? നിലനിർത്തുക. എന്താണ്? വാർഡിലൊക്കെ നല്ല നീറ്റ്നെസ്സും ക്ലീനും ആയിരിക്കണം, അല്ലെ? ആണോ? നമ്മൾ ചില ഹോസ്പിറ്റലിലൊക്കെ ചെന്നിട്ട് പറയാറുണ്ട്, അല്ലെ? അപ്പൊ അവിടുത്തെ വാർഡിൽ കിടക്കാൻ പറ്റില്ല, എന്ത് വൃത്തികേടായിട്ടാ കിടക്കുന്നത്, അല്ലെ? ടോയ്ലറ്റില് ഒരു വൃത്തിയില്ല, അല്ലെ? ടോയ്ലറ്റിൽ പോകാൻ തന്നെ സാധിക്കില്ല എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ?
അങ്ങനെയൊക്കെ ആയിരിക്കണോ? ആവാൻ പാടില്ല അല്ലെ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വാർഡുകളായിരിക്കണം അല്ലെ. വാർഡിലെ ഓരോ സ്പേസും അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു പാൻട്രി പറഞ്ഞു, ഡെയർ റൂം പറഞ്ഞു, നഴ്സസ് റൂമുകൾ പറഞ്ഞു അല്ലെ. അപ്പൊ വാർഡിലെ ഓരോ സ്പേസും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം അല്ലെ. അല്ലെങ്കിൽ എന്ത് പറ്റും? രോഗികൾക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ വരുമോ? കൂടാതെ വാർഡിൽ കിടക്കുന്ന പേഷ്യൻസ് എങ്ങനെയുള്ളവരാണ്? അസുഖബാധിതരാണ് അല്ലെ. ചിലപ്പോ അവർക്ക് ഹെൽത്ത് ഒരുപാട് പെയിനോ എന്താണ് ഫാറ്റിക് ഒക്കെ ഉണ്ടാകും. അപ്പൊ അവർക്ക് ഒരുപാട് വോയിസ് നോയ്സ്നെസ്സിനൊക്കെ അവർക്ക് സാധ്യമാകോ? ഒരുപാട് വോയിസ് ഒക്കെ കേൾക്കാന്നുള്ളത് പറ്റില്ല അല്ലെ. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സൂട്ടബിൾ എൻവയോൺമെന്റ് നമ്മുടെ വാർഡില് നിലനിർത്തുക. ഓക്കെ ആണോ? ചിലപ്പോ വാർഡില് എന്താണ് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര ഒച്ചയൊക്കെ വരാറുണ്ട് അല്ലെ. ആ സമയത്ത് നേഴ്സ് വന്ന് ബഹളം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്താണ് ഇവിടാന്ന് ചോദിച്ച് കേട്ടിട്ടുണ്ട് നമ്മുടെ സ്കൂളില് ടീച്ചർ ചീത്ത പറയുന്നുണ്ട് ഏ. അപ്പൊ ആ ഒരു suitable ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമ്മുടെ വാർഡില് നിലനിർത്തുക. നെക്സ്റ്റ്, provision of supplies and equipment for efficient work അല്ലെ. നമ്മുടെ വാർഡിലെ എഫിഷ്യന്റ് കാര്യക്ഷമമായിട്ടുള്ള ജോലിക്ക് വേണ്ട സാധനങ്ങൾ ഐറ്റംസ് സപ്ലൈ ചെയ്യുകയും ഐറ്റംസും എക്യുപ്മെന്റുകളും സപ്ലൈ ചെയ്യുക അല്ലെ. മെഡിസിൻ ആവശ്യമാണ്, മറ്റു മരുന്നുകൾ, കോട്ടൺസ് അല്ലെ, പ്ലാസ്റ്റർ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ആവശ്യമാണ് അല്ലെ വാർഡിലെ പ്രവർത്തനങ്ങൾക്ക്. കൂടാതെ എക്യുപ്മെന്റും വേണം അല്ലെ. അപ്പൊ ആ ഒരു വാർഡിലെ കാര്യക്ഷമമായ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസും എക്യുപ്മെന്റുകളും സപ്ലൈ ചെയ്യുക. നെക്സ്റ്റ്, ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡർ. നമ്മുടെ ഡോക്ടേഴ്സ് പറയുന്ന നിർദ്ദേശങ്ങളെ കുറിച്ചും നഴ്സിംഗ് നിർദ്ദേശങ്ങളെ കുറിച്ചും നമ്മുടെ രോഗികൾക്ക് വ്യക്തമാക്കി കൊടുക്കുക അല്ലെ. ആണോ? അവരുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ച്, അവർ കഴിക്കുന്ന മരുന്നുകളെ കുറിച്ച്, അവർക്ക് എഴുതി കൊടുക്കുന്ന ടെസ്റ്റുകളെ കുറിച്ച്, അവർക്ക് ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനെ കുറിച്ച് എല്ലാവരും അവർക്ക് വ്യക്തമാക്കി കൊടുക്കുക. ഓക്കെയാണോ? നെക്സ്റ്റ്, അക്യുറേറ്റ് റെക്കോർഡ്സ്, ഫുൾ റിപ്പോർട്ട്സ് അല്ലെ. എന്താണ്? നമ്മുടെ രോഗിയെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അല്ലെ എല്ലാ റിപ്പോർട്ട്സുകളും ഉൾക്കൊള്ളുന്ന കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കണം അല്ലെ. നമ്മുടെ രോഗിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അല്ലെ. ലാബ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ റിസൾട്ടുകള്, അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മെഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകള്, എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകള് എല്ലാം ഉൾപ്പെടുത്തണ്ടേ പേഷ്യൻസിന്റെ റെക്കോർഡുകളില്. അപ്പൊ പേഷ്യന്റിന്റെ റെക്കോർഡ് എന്താണ്? ആക്യുറേറ്റ് ആയിട്ടുള്ള കൃത്യതയോടുകൂടി തയ്യാറാക്കുക, എല്ലാ റിപ്പോർട്ട്സുകളും ഉൾപ്പെടുത്തിക്കൊണ്ട്. നെക്സ്റ്റ് പറയുന്നത് മെയിൻ്റെനൻസ് ഓഫ് ഹൈ മോറൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ് അല്ലെ. എന്താണ്? നമ്മുടെ എല്ലാ സ്റ്റാഫുകളിലും വാർഡില് വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും ഒരു ഉയർന്ന മനോവീര്യം നിലനിർത്താൻ നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ. ഏത് സമയത്താണ് ഏത് പേഷ്യന്റ് ആണ് ക്രിട്ടിക്കൽ സ്റ്റേജിലാകുന്നത്, അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടി വരുന്നതെന്ന് അറിയാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പൊ ഏത് സിറ്റുവേഷനിലും അവർക്ക് പരിചരണം കൊടുക്കാനും ട്രീറ്റ്മെന്റ് കൊടുക്കാനും അല്ലെ നമ്മുടെ സ്റ്റാഫുകൾ സന്നദ്ധരായിരിക്കണം അല്ലെ. അപ്പൊ അതിനെന്ത് വേണം? അവർക്ക് അതിനുള്ള മനോവീര്യം വേണം. ഏത് തരത്തിലുള്ള പേഷ്യൻസിനെയാണ് കൊണ്ടുവരുന്നത് പറയാൻ പറ്റില്ല അല്ലെ. ഏത് തരത്തിലുള്ള പേഷ്യന്റിനെയാണ് കൊണ്ടുവരുന്നത് പറയാൻ പറ്റുമോ? ഇല്ല. ഏതൊരു സിറ്റുവേഷനിലും ഏത് സ്റ്റേജിലും ആയാലും പേഷ്യൻസിനെ കൊണ്ടുവന്നാല് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണങ്ങളും അല്ലെ ചികിത്സകളും നൽകുന്നതിന് വേണ്ടി നമ്മുടെ സ്റ്റാഫുകൾക്ക് നല്ല മനോവീര്യം വേണം, നിലനിർത്തണം. നെക്സ്റ്റ് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്തിൻ ദ വാർഡ് ആൻഡ് വിത്ത് അതർ അസോസിയേറ്റ്സ് അല്ലെ. എന്താണ്? നമ്മുടെ വാർഡിലെ മറ്റു സഹപ്രവർത്തകരുമായിട്ട് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് നമ്മുടെ വാർഡിലെ പ്രവർത്തകർക്ക് ഒരു റിലേഷൻഷിപ്പ് വേണം അല്ലെ, പ്രവർത്തന ബന്ധം വേണം അല്ലെ. ഇപ്പൊ ചിലപ്പോ വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിന് ചിലപ്പോ ലാബ് ടെസ്റ്റുകൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാർമസിയിൽ നിന്ന് മരുന്നുകൾ എഴുതി കൊടുക്കാം അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യണം?
ആ ഒരു സെക്ഷനിലെ ആളുകളുമായിട്ട് ഇവർക്കൊരു നല്ല റിലേഷൻഷിപ്പ് വേണ്ടേ? വിവരങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ട്, ഇൻഫോർമേഷൻസ് കൈമാറാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ വാർഡിൽ വർക്ക് ചെയ്യുന്ന മറ്റ് സ്റ്റാഫുകളുമായിട്ട് പരസ്പരം എന്ത് വേണം? ഒരു പ്രവർത്തന ബന്ധം വേണം അല്ലെ? അവർ തമ്മിൽ ഈഗോ നിലനിർത്താൻ പാടുണ്ടോ? ഞാനാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല അല്ലെ? ഈഗോ നിലനിർത്താൻ പാടുണ്ടോ? അപ്പൊ അവിടെ എന്ത് വരും? ഒരു കോമ്പറ്റീഷൻ വരും അല്ലേ? ആണോ? അവര് തമ്മിൽ ഒരു യൂണിറ്റ് ഉണ്ടാവില്ല അല്ലെ? അപ്പൊ എന്താണ്, നമ്മുടെ വാർഡിലെ സ്റ്റാഫുകൾക്കിടയിലും മറ്റു ഡിപ്പാർട്ട്മെന്റുമായിട്ടും എന്താണ് ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് സ്ഥാപിക്കുക. ഓക്കെയാണോ? നെക്സ്റ്റ്, ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ? എന്താണ് പ്രതിനിധി ഉത്തരവാദിത്തം? എന്താണ് നമ്മുടെ വാർഡിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകൾക്കും ഓരോരുത്തർക്കും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും ഉണ്ട് അല്ലെ? ഇൻചാർജ്, നമ്മുടെ വാർഡിൽ ഒരു ഇൻചാർജർ ഉണ്ടാകും അല്ലേ? ആണോ? പേഷ്യന്റ് കെയർ അസിസ്റ്റൻസ് ഉണ്ടാകും അല്ലേ? നഴ്സിംഗ് അസിസ്റ്റൻസുകൾ ഉണ്ടാകും അല്ലേ? അപ്പൊ ഓരോ ആളുകൾക്കും അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഉത്തരവാദിത്തങ്ങള് നൽകിയിട്ടുണ്ടായിരിക്കണം. അവർ നല്ല രീതിയിൽ അത് പ്രാവർത്തികമാക്കുക. നെക്സ്റ്റ്, വെൽ പ്ലാനഡ് അസൈൻമെന്റ് അല്ലെ? നന്നായി ആസൂത്രണം ചെയ്തിട്ടുള്ള വർക്കുകളായിരിക്കണം നമ്മൾ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലെ? പേഷ്യന്റ് കെയർ അസിസ്റ്റന്റിന് ഉയർന്ന തല പരിചരണം കൊടുക്കാൻ പറ്റുമോ? പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് അവർ ജസ്റ്റ് നഴ്സുമാരെ അസിസ്റ്റ് ചെയ്യാണ് അല്ലെ? അവർക്ക് ഇൻചാർജർ ആയിട്ട് ഡ്യൂട്ടി കൊടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പൊ വെൽ പ്ലാനഡ് അസൈൻമെന്റ്സുകളായിരിക്കണം പേഷ്യൻസിന് സ്റ്റാഫുകൾക്ക് നൽകേണ്ടത്. ഓക്കെ ആണോ? പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രോഗി പരിചരണത്തില് നഴ്സുമാരെ സഹായിക്കുക അല്ലെ? അല്ലെങ്കിൽ പേഷ്യൻസിനെ സഹായിക്കുക. അവർക്ക് ഫീഡിങ്, അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി, അവർക്ക് ടോയ്ലറ്റ്സ് ഉപയോഗിക്കുന്നതിന് വേണ്ടി, അവർക്ക് മരുന്നുകൾ കഴിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ? അവർക്ക് വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നഴ്സിംഗ് ഇൻചാർജുടെ ഡ്യൂട്ടീസ് ഒക്കെ അവർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പൊ വെൽ പ്ലാനഡ് അസൈൻമെന്റ്സുകളായിരിക്കണം സ്റ്റാഫുകൾക്ക് നൽകേണ്ടത്. ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പ്രതിനിധി ഉത്തരവാദിത്വം. എന്താണ്? ഓരോ സ്റ്റാഫുകൾക്ക് അല്ലെ? നമ്മുടെ ഹോസ്പിറ്റലിൽ ഏതൊക്കെ സ്റ്റാഫ്, വാർഡിൽ ഏതൊക്കെ സ്റ്റാഫുകളുണ്ടോ അവർക്ക് എല്ലാവർക്കും എന്തുണ്ട്? ഓരോ ഉത്തരവാദിത്വം ഉണ്ട് അല്ലെ? നഴ്സിംഗ് ഇൻചാർജ് ഒക്കെ ഉണ്ട്. കട്ടാവുന്നുണ്ടോ? ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ്? കട്ടാവുന്നുണ്ടോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ മിസ്സിന്റെ? ഇല്ല, ഉണ്ടോ? ഇല്ല. കട്ടാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ജോയിൻ ചെയ്ത് നോക്കട്ടോ. ചിലപ്പോൾ നെറ്റ് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ജോയിൻ ചെയ്ത് നോക്ക്. ഇത്രയും ക്ലിയർ ആണോ? പ്ലാനഡ് അസൈൻമെന്റ്സ് വരെ ക്ലിയർ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സൺ അല്ലെ? പേഴ്സണൽ, ഓരോ പേഴ്സണൽസിനും ഓരോ ഉദ്യോഗസ്ഥർക്കും ക്രമീകരിച്ച സമയം അനുവദിക്കുക അല്ലെ? നമ്മുടെ ഡോക്ടേഴ്സിന് എന്താണ് വിസിറ്റിംഗ് റൗണ്ട്സിന് വരാനൊരു സമയം കൊടുത്തിട്ടുണ്ട് അല്ലെ? ഡോക്ടർ എല്ലാ സമയത്തും നമ്മുടെ വാർഡിൽ വരുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഡോക്ടറിനെ വിളിക്കും. അല്ലെങ്കിൽ ആ ഒരു റൗണ്ട്സിന്റെ സമയത്തല്ലേ വരുന്നത് ഡോക്ടർ? ആണ്. അതേപോലെ വിസിറ്റേഴ്സിന് അല്ലേ വിസിറ്റിംഗ് അവേഴ്സ് ഉണ്ട് അല്ലേ? അപ്പൊ ഓരോ, പിന്നെ അതേപോലെ എന്താണ് ക്ലീനിങ്ങിന് വരുന്ന സ്റ്റാഫുകൾക്ക് ഒരു സമയമുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ ഓരോ സമയത്ത് അല്ലെ ഓരോ പേഴ്സണൽസിനും അവർക്ക് ക്രമീകരിച്ച സമയം. നമ്മുടെ ഡോക്ടർ വരുന്ന സമയത്ത് നമ്മുടെ ക്ലീനിങ് സ്റ്റാഫിന് ക്ലീനിങ്ങിന് വരാൻ പറ്റുമോ? ആലോചിച്ച് നോക്കിയേ, പറ്റുമോ? ഇല്ല അല്ലേ? അപ്പൊ ഓരോരുത്തർക്കും അവർക്ക് ആ ഒരു ക്രമീകരിച്ച അവരുടെ ഡ്യൂട്ടിക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ക്രമീകരിച്ച സമയം അനുവദിക്കുക. നെക്സ്റ്റ്, ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ. എന്താണ്? നമ്മുടെ ഇൻചാർജർ അല്ലെങ്കിൽ നമ്മുടെ വാർഡിലെ ഹെഡ് അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ അല്ലെ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കണം അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ അണ്ടറിൽ നിൽക്കുന്ന ആ ഒരു ഹെഡിന്റെ അണ്ടറിൽ നിൽക്കുന്ന മറ്റു സ്റ്റാഫുകൾക്ക് അല്ലെ നല്ല രീതിയിലുള്ള ഒരു ടീച്ചിങ്ങും സൂപ്പർവിഷനും നൽകുക. ഓക്കെയാണോ?
ഒന്ന് വായിച്ചു നോക്കിയേ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. എന്നിട്ട് നെക്സ്റ്റ് സെക്ഷൻ എടുക്കാം, ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് എടുക്കാം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, നമ്മുടെ മിസ് ഫസ്റ്റ് പറഞ്ഞില്ലേ, ഫസ്റ്റത്തെ ആ ഒരു ഡെഫിനേഷൻസ് അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പർപ്പസ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് വാർഡ് സ്പേസ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സ്പെഷ്യലൈസ്ഡ് വാർഡിന്റെ എക്സാമ്പിൾസ് ചോദിക്കും. മെയിൻ കമ്പോണൻസ് കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ഓർ സെക്രട്ടറി. നമ്മുടെ വാർഡ് ക്ലർക്കിന്റെ അല്ലെങ്കിൽ അവിടുത്തെ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് അല്ലെ വാർഡിലെ. ഫസ്റ്റ് വരുന്നത് കമ്പൈലിംഗ് ആൻഡ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ട്സ്, റിപ്പോർട്ട്സ് ആൻഡ് കറസ്പോണ്ടൻസ് അല്ലെ. എന്താണ് നമ്മുടെ വാർഡിലെ പേഷ്യൻസിന്റെ മെഡിക്കൽ ചാർട്ടുകൾ നിർബന്ധമായിട്ട് റെക്കോർഡ് ചെയ്യുക, അത് റിപ്പോർട്ട് ചെയ്യുക. മറ്റ് അനുബന്ധ അല്ലെ മറ്റ് കറസ്പോണ്ടൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇപ്പൊ ടെലിഫോൺ കോളുകൾ, നമ്മുടെ വാർഡിലേക്ക് എന്തെങ്കിലും ടെലിഫോൺ കോളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ വാർഡിന്റെ പുറത്തേക്ക് എന്തെങ്കിലും മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്തെങ്കിലും മെസ്സേജസ് ഒക്കെ അയക്കണമെങ്കിൽ അങ്ങനെ മെസ്സേജസ് ഒക്കെ അയക്കേണ്ടത് നമ്മുടെ വാർഡ് ക്ലർക്കാണ്. ഓക്കെ ആണോ? പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ ട്രാൻസ്ക്രൈബിംഗ് മെഡിക്കൽ ഓർഡേഴ്സ് അല്ലെ. നമ്മുടെ മെഡിക്കൽ ഓർഡേഴ്സ് ട്രാൻസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് കയറ്റേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ സിസ്റ്റത്തിലേക്ക് കയറ്റിയിടുക. അല്ലെങ്കിൽ നമ്മുടെ വാർഡിലേക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ടെലിഫോൺ വന്നിട്ടുണ്ടെങ്കിൽ ടെലിഫോൺ അറ്റൻഡ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തേണ്ടത് നമ്മുടെ വാർഡ് ക്ലർക്കാണ്. ഓക്കെയാണോ? മെഡിക്കൽ ചാർട്ട്സുകൾ അല്ലെ, നമ്മുടെ പേഷ്യൻസിനെ കുറിച്ചുള്ള മെഡിക്കൽ ചാർട്ടുകൾ വരുന്നുണ്ട് അല്ലെ. എന്താണ് അവരുടെ മരുന്നുകള്, ഓരോ പേഷ്യൻസിനെ കുറിച്ച് അവരുടെ ഹിസ്റ്ററി ഉൾപ്പെടുത്തുന്നുണ്ട്, അവരുടെ ടെസ്റ്റ് റിസൾട്ടുകൾ ഉൾപ്പെടുത്തുന്നുണ്ട്, അവരുടെ മെഡിക്കേഷൻസ് ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കൽ ചാർട്ടുകള്, ഓരോ പേഷ്യന്റിന്റെ മെഡിക്കൽ ചാർട്ടുകളില് ഓരോ അവരുടെ ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള റിപ്പോർട്ടുകളുടെ റിസൾട്ടുകൾ, കൂടാതെ കറസ്പോണ്ടൻസ് അല്ലെ വാർഡുകളിൽ വരുന്ന ടെലിഫോണുകള്, അങ്ങനെ പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററീസ്, മെഡിക്കൽ ഡാറ്റാസ് നമ്മൾ എന്താണ് കമ്പ്യൂട്ടറിലേക്ക് കയറ്റുക, സിസ്റ്റത്തിലേക്ക് കയറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ വാർഡ് ക്ലർക്കാണ്. നെക്സ്റ്റ് പറയുന്നത് customer needs assessment meeting quality standards for service and evaluation of customer satisfaction. കസ്റ്റമർ എന്ന് പറയുന്നത് അവിടെ പേഷ്യൻസ്, വാർഡിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന ആ ഒരു പേഷ്യന്റിന്റെ ആവശ്യകതകള്, നീഡ്സുകൾ എന്താണ് എന്ന് വിലയിരുത്തുക, അസസ് ചെയ്യുക. കൂടാതെ അവർക്ക് നൽകുന്ന സർവീസുകളില്, വാർഡിൽ കിടത്തിയിരിക്കുന്ന പേഷ്യൻസിന് അവർക്ക് നൽകുന്ന സേവനങ്ങളില് ക്വാളിറ്റി ഉണ്ടോ അല്ലെ, ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. നെക്സ്റ്റ് എന്താണ് നമ്മുടെ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ. കസ്റ്റമർ ആ ഒരു വാർഡിലെ ഓപ്പറേഷൻസില് അല്ലെങ്കിൽ വാർഡിലെ പ്രവർത്തനങ്ങളില് അല്ലെങ്കിൽ വാർഡിലെ നമ്മുടെ നഴ്സുമാരിൽ നിന്ന് കിട്ടുന്ന പരിചരണങ്ങളിലൊക്കെ അവർ തൃപ്തരാണോ അല്ലെ, അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് വിലയിരുത്തേണ്ടത് നമ്മുടെ വാർഡ് ക്ലർക്കാണ്. ഓക്കെ ആണോ?
പോയിന്റ് ഔട്ട് ആണ് കേട്ടോ മക്കളെ. എല്ലാം നമ്മുടെ വാർഡില് ഫുള്ള് പോയിന്റ് ഔട്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? കുഴപ്പമില്ലല്ലോ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, provide support to healthcare staff and ensure appropriate maintenance of patient care units. അല്ലെ, എന്താണ് നമ്മുടെ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക്, നമ്മുടെ വാർഡിൽ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് ഒരു സപ്പോർട്ട് നൽകുക, അല്ലെ, അവർക്കുള്ള ഒരു പിന്തുണ നൽകുക. കൂടാതെ പേഷ്യന്റ് കെയർ യൂണിറ്റിനേക്ക് ഉചിതമായിട്ടുള്ള മെയിന്റനൻസ് നടത്തുക എന്നുള്ളതും നമ്മുടെ വാർഡ് ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. മെയിന്റനൻസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാർഡില് പ്രവർത്തനങ്ങൾക്ക് എന്താണ്, എക്യുപ്മെന്റുകൾ ആവശ്യമാണ്, അല്ലെ. പേഷ്യന്റ് കെയർ ഏരിയാസില് പലതരത്തിലുള്ള എക്യുപ്മെന്റുകൾ ആവശ്യമാണ്, മരുന്നുകൾ ആവശ്യമാണ്, അല്ലെ. അപ്പൊ അതൊക്കെ ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ വാർഡ് ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് administer efficient communication network and manage flow of traffic. അല്ലെ, എന്താണ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെ, ആശയവിനിമയം നടത്തേണ്ടതും നമ്മുടെ മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക്, അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിലെ ട്രാഫിക് എന്ന് പറയുന്നത് ആരാ? ട്രാഫിക് ഉണ്ടാക്കുന്നത് ആരാ? വാർഡില് വിസിറ്റേഴ്സ് ആണ്, അല്ലെ. പിന്നെ എന്താണ്, വിസിറ്റേഴ്സ് ആണോ? വിസിറ്റിംഗ് അവേഴ്സിൽ അവരെല്ലാവരും കൂടി തള്ളിക്കയറി, അല്ലെ, വാർഡിലേക്ക്. ചിലപ്പോ ഒരു പേഷ്യന്റിനെ കാണാൻ 5 or 6 പേര് വരും. അപ്പൊ അവിടെ എന്തായി, മറ്റു പേഷ്യൻസിനും കൂടി ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും, അല്ലെ. ആണോ? മറ്റു പേഷ്യൻസിനും കൂടി ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അപ്പൊ വാർഡില് അതിന് മുമ്പിൽ നിൽക്കുന്ന ആ ഒരു ക്ലർക്ക് അല്ലെങ്കിൽ വാർഡ് സെക്രട്ടറി എന്ത് പറയാറുണ്ട്? ഓരോരുത്തർ വെച്ച് കയറി കാണാം കേട്ടോ, അല്ലെ, എന്ന് പറയാറില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? അപ്പൊ ആ ഒരു ഫ്ലോ, ട്രാഫിക്കിന്റെ ആ ഒരു ഒഴുക്ക് മാനേജ് ചെയ്യേണ്ടതും അവർക്കിടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെ, നഴ്സുമാരും പേഷ്യൻസും ഡോക്ടേഴ്സും നഴ്സുമാരും ഒക്കെ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ കാര്യക്ഷമമായ രീതിയിൽ നടത്തേണ്ടത് നമ്മുടെ വാർഡ് ക്ലർക്കാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ്, പിന്നെ എന്താണ്, നമ്മുടെ രോഗിയുടെ കൂടെ ബൈസ്റ്റാൻഡേഴ്സ് ഒരുപാട് പേരെ നിർത്താറുണ്ടോ? 2 പേരൊക്കെ നിന്ന് കഴിയുന്ന സമയത്ത് ഈ വാർഡ് ക്ലർക്ക് വന്ന് പറയാറുണ്ട്, അല്ലെ, അത് അലൗ ചെയ്യുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് ഒരാളെ നിർത്താറുണ്ട്, അല്ലെ. ആണോ? അപ്പൊ ഒരു പേഷ്യന്റിന്റെ കൂടെ 2 or 3 പേര് നിന്നാൽ എന്താണ്, വാർഡിലെ തിരക്ക്, അല്ലെ, ഓട്ടോമാറ്റിക് ആയിട്ട് തിരക്ക് അനുഭവപ്പെടും, അല്ലെ. അപ്പൊ അതൊക്കെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ വാർഡ് ക്ലർക്കാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? നെക്സ്റ്റ്, provide assistance to all nurses and ensure appropriate cleanliness of all units. അല്ലെ, കാരണം നഴ്സുമാർക്ക്, വാർഡിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്കുള്ള അസിസ്റ്റൻസ്, അല്ലെ, സഹായം നൽകുക, അവരെ ഹെൽപ്പ് ചെയ്യുക. കൂടാതെ നമ്മുടെ വാർഡിലെ എല്ലാ യൂണിറ്റ്സിലും എന്താണ്, ക്ലീൻലിനെസ്, അല്ലെ, ശുചിത്വം ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ വാർഡ് ക്ലർക്കാണ്, അല്ലെ. ടോയ്ലറ്റ്, സാനിറ്ററി ഏരിയാസ്, ആക്സിലറി ഏരിയാസ്, അല്ലെ, അങ്ങനെയുള്ള എല്ലാ ക്ലിനിക്കൽ ഏരിയാസ്, അങ്ങനെയുള്ള എല്ലാ ഏരിയാസിലെയും ശുചിത്വം ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ വാർഡ് ക്ലർക്കാണ്. ഒന്ന് വായിച്ചു നോക്കിയേ മക്കളെ, എത്രയും ഓക്കെ ആണോ? എന്താണ്, ഒരു ഉഷാറില്ലല്ലോ, വാർഡ് പോയിന്റ് ഔട്ട് ആയപ്പോഴും ബോറടിക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ മിസ് ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ. ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.
എന്തായാലും വായിച്ചു നോക്കണം കേട്ടോ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് അല്ലെ, പോയിന്റ് ഔട്ട് ആയിട്ടൊക്കെയാണ് കുറെ തന്നിരിക്കുന്നത്. അപ്പൊ വായിച്ചു നോക്കാം. നിങ്ങൾക്ക് അങ്ങോട്ട് നിന്ന് മാറിപ്പോവാനുള്ള സാധ്യതയൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ വാർഡ് ക്ലർക്ക് കഴിഞ്ഞിട്ട് ഇനി പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സ് പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഫ്ലോർ മാനേജറുടെ ഡ്യൂട്ടീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മാറിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പൊ എന്തുകൊണ്ട് എല്ലാ ദിവസവും ഓരോ മിസ്സുമാരെടുക്കുന്ന സെക്ഷനൊക്കെ വായിച്ചു നോക്കാം കേട്ടോ, മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല, കിട്ടും കേട്ടോ. ചിലപ്പോ ലോങ് ആയത് കൊണ്ടായിരിക്കും കേട്ടോ കിട്ടാത്തത്. കിട്ടുവേ. ഓക്കെ.